നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം കാത്തിരുന്ന ദിവസം ഇന്നാണ്. ശ്രീരാമന്റെ ജന്മനാട്ടിൽ ആഘോഷം മാത്രം. തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ്. അയോധ്യയിൽ ബാലരാമ വിഗ്രഹത്തിന്റെ ചൈതന്യം ഇന്നു മുതൽ പകരുകയാണ്. ഉച്ചയ്ക്ക് 12-ന് ശേഷമുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ. 12:20 തുടങ്ങുന്ന ചടങ്ങുകൾ 1 മണി വരെ നീളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. പ്രധാനമന്ത്രി പ്രധാന യജമാനനാകും. നേരത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് മോദിയാണ് എന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ അയോധ്യയിലേക്ക് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 8000 അതിഥികളുടെ സാന്നിധ്യം ഉണ്ടാവും. പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും അയോധ്യയുടെ ആഘോഷങ്ങൾക്ക് തടസ്സമില്ല. പ്രധാനമന്ത്രിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പഴുതടച്ച സുരക്ഷയാണ്. ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി 10 ലക്ഷം മൺചിരാതുകൾ തെളിയും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അധിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം 16-നാണ് തുടങ്ങിയത്. വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 114 കലശങ്ങൾ നിറച്ച വെള്ളം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത്. കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് കണ്ണു തുറക്കുക. കേരളത്തിൽ നടക്കം സന്യാസ ശ്രേഷ്ഠന്മാർ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തിങ്കളാഴ്ച ഇന്ന് രാവിലെ അയോധ്യയിലെത്തും. പ്രത്യേക വിമാനത്തിലെത്തുന്നവർ ഒഴികെ ബോളിവുഡ് താരങ്ങളും വിശിഷ്ടാതിഥികളും ഞായറാഴ്ച തന്നെ അയോധ്യയിലെ ലക്നൌവിലെത്തിയിട്ടുമുണ്ട്. 11:30-നാണ് താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത്. 12:20 ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. കൃഷ്ണാശിലയിൽ കൊത്തിയെടുത്ത ബാലരൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹത്തിന്റെ രൂപമാണ് ശ്രീകോവിലിൽ ഉള്ള പ്രതിഷ്ഠ. 5 വയസ്സ് പ്രായമുള്ള രൂപമാണ് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹത്തിന്. അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 10:25 അയോധ്യയിലെ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 10:55 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീഥികളും പുഷ്പാലങ്കൃതമായിട്ടുണ്ട്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിച്ച 7500 പൂച്ചെണ്ടുകൾ നട്ടു. നഗരവീഥികളിലെങ്ങും ഈ കൊട്ടും പാട്ടും കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് രാജ്യത്തെ 50 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്.